PSC റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും നിയമനത്തിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ 27 ദിവസമായി സമരത്തിലാണ് LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ്. കുഞ്ഞുങ്ങളെപ്പോലും ഒപ്പമിരുത്തി നടത്തുന്ന സമരത്തോടെ സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സമരങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്ന മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നുള്ള ആക്ഷേപവും ഉയരുന്നു. കഴിഞ്ഞ 27 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. അതിൽ പലരും കുഞ്ഞുങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ടും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അമ്മയും അധ്യാപികയുമായ വളർമതി നിരാഹാര സമരം നടത്തുന്നത് സ്ത്രീകളോടൊപ്പം എന്ന് പറയുന്ന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു നിരാഹാര സമരം ഒരു അധ്യാപികയാണ്, അതിലുപരി ഒരു അമ്മയാണ്. ആ ഒരു വ്യക്തി ഇവിടെ ഒരു നിരാഹാരം കിടന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ വന്ന് ഇങ്ങോട്ട് കാണുകയോ ഒന്നും പോലും ചെയ്യാതെ 6 വട്ടം ചർച്ച ചെയ്തു എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി. അത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ്. എങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പോയി കണ്ടിട്ട് പോലും നമുക്ക് ഫേവർ ചെയ്തിട്ടുള്ള ഒരു മറുപടി അല്ല കിട്ടിയത്. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കണമെന്നും വിരമിക്കൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം നടത്തുന്നത്. സർക്കാർ മാറിയപ്പോഴെങ്കിലും നിയമനം ലഭിക്കുമെന്ന് കരുതിയെന്നും നിവൃത്തികേട് കൊണ്ടാണ് കുഞ്ഞുമായി പാലക്കാട് നിന്ന് സമരത്തിന് എത്തിയെന്നും LPST റാങ്ക് ഹോൾഡർ പറഞ്ഞു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. എനിക്ക് പാലക്കാട്ടിലെ 47ാമത്തെ റാങ്ക് ഉണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് ഇരുന്നത്. അപ്പോൾ അത് ഓരോരോ മാസങ്ങൾ കഴിയും തോറും ആ പ്രതീക്ഷ ഇല്ലാണ്ടായിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. VD സതീശൻ സാറാണ് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലായിരുന്നു ഇത്രയും പോയത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ചർച്ചയ്ക്ക് പോയ സമയത്ത് ഇനിയും സമയം വേണം എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. കുഞ്ഞിനെയും കൊണ്ടാണ് ഇപ്പോൾ വരേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇനി വേറെ വഴിയില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വളർമതി ടീച്ചർ 2 ദിവസമായി നിരാഹാരം ചെയ്യുന്നു. നിലവിൽ പല ജില്ലകളിലും 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം നൽകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.